നമസ്കാരം. ഇന്ന് ഒരു വളരെ ഇൻഫോർമേറ്റീവായിട്ടൊരു വീഡിയോ. പല ആൾക്കാരും ബാധാദോഷങ്ങൾ മാന്ത്രികന്മാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ്, കർമ്മികൾക്ക് പൂജാരികൾക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണ് ബാധയുണ്ട് അല്ലെങ്കിൽ ബാധ കയറി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് പറ്റിക്കുകയും ഒരുപാട് കാശ് മുടക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വിഷയമാണ് ബാധാദോഷങ്ങൾ. ഒരാൾക്ക് ബാധയുണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം? സിമ്പിൾ കാര്യമാണ് ബാധയുണ്ടോ എന്ന് മനസ്സിലാക്കാം. വെറും സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഒരു സാധാരണ മനുഷ്യന് പോലും ഒരു ബാധയുള്ള, അല്ലെങ്കിൽ ഒരു ദേവതാ ബാധ ആയിക്കോട്ടെ, പ്രേതബാധ ആയിക്കോട്ടെ, മൂർത്തിബാധ ആയിക്കോട്ടെ, നെഗറ്റീവ് എനർജി ആയിക്കോട്ടെ, എന്തും ഒരു മനുഷ്യനുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ബാധയുണ്ടോ എന്ന് എങ്ങനെ അറിയാം? ഞാൻ ഒരുപാട് വീഡിയോ യൂട്യൂബിൽ എൻ്റെ ധ്വനി മീഡിയ എന്ന ചാനലിൽ ബാധയെപ്പറ്റിയും ബാധാദോഷങ്ങളെപ്പറ്റിയും അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ യൂട്യൂബിൽ സെർച്ച് ചെയ്യുക, ധ്വനി മീഡിയ സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഞാൻ ആ ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് അവിടെ നോക്കാം. അല്ലെങ്കിൽ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളിലൊക്കെ ഈ ബാധയെപ്പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും. നിങ്ങൾക്ക് എൻ്റെ ചാനൽ സെർച്ച് ചെയ്യുക. നമുക്ക് പുതിയ